ഞാൻ ഒരു ചെറിയ സെഗ്മെന്റ് എന്ന് പറയാൻ പറ്റുമോ എന്നാൽ ചെറിയ സെഗ്മെന്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എൻ്റെ ഗസ്റ്റാണെന്ന് ഞാൻ കുറച്ച് പേരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ എൻ്റെ ഗസ്റ്റ് നിങ്ങളാണ്. അപ്പം നിങ്ങളോട് ആസ് എ പബ്ലിക് അവരുടെ ഭാഗത്തു നിന്ന് ചോദിക്കാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞു. നിങ്ങൾക്ക് എന്താ ചോദിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ കുറച്ച് പബ്ലിക് ക്വസ്റ്റ്യൻസ് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അവരെ വിളിച്ചോണ്ട് വരാൻ പറ്റുന്നില്ലോ. അപ്പൊ പിന്നെ എന്നെ ഇവിടെ തടിച്ചാക്കും വേണ്ട. ഞാൻ ഡയറക്റ്റ് ചോദിക്കാം. ഇത് പബ്ലിക് പബ്ലിക് ക്വസ്റ്റ്യൻ ഇല്ല. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ രാജേട്ടനെ റിയൽ ലൈഫിൽ ഇങ്ങനെ തന്നെയാണോ? എങ്ങനെയാണോ? അതായത് മൂവിയിലെല്ലാം ചെയ്ത കോമഡി ക്യാരക്ടേഴ്സ് ആണ്. ഭയങ്കര എന്താ പറയാ, നമ്മുടെ ഇതിനകത്ത് പറയുന്നില്ലയോ ടീച്ചറിന്റെ കത്താണോ എങ്കിൽ പിന്നെ എനിക്ക് വേണ്ട അയ്യേ എന്ന് പറഞ്ഞ് കളയുന്ന ആ സീനൊക്കെ ഇല്ല. അതെന്ന് പറഞ്ഞാൽ ഭയങ്കര പൊട്ടിത്തെറിയെന്നും പറയാൻ പറ്റത്തില്ല. ഭയങ്കര എന്താ പറയാ ആക്റ്റീവായ ഹൈപ്പർ ആക്റ്റീവായ ഒരു പേഴ്സണെ പോലെ. അങ്ങനെ തന്നെയാണോ ലൈഫിലും റിയൽ ലൈഫിലും? റിയൽ ലൈഫില് അങ്ങനെയാണ് ഞാൻ അല്ല അല്ലേ? ഞാൻ അങ്ങനെയല്ലാന്ന് തോന്നുന്നു. റിയൽ ലൈഫില് എത്ര ഫണ്ണൊന്നും അല്ലാന്ന് തോന്നുന്നു. പിന്നെ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുണ്ടാവുന്ന സ്ഥലങ്ങളിൽ ഇപ്പം ചിത്രമെടുക്കുമ്പോൾ പിന്നെ നിൽക്കാൻ പറ്റാത്തോണ്ടാ ഫണ്ണാവുന്നത്. ശിവന്റെ അടുത്തൊക്കെ പിടിച്ചു നിൽക്കണം. അതുകൊണ്ട് അങ്ങനെ എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുണ്ടാകുന്ന സ്ഥലങ്ങളിൽ ഞാൻ മറ്റേ ചറവറ സംസാരിക്കും, ചളുവാണ്. അല്ലാത്ത സമയത്ത് അത്ര കുറച്ചൊക്കെ റിസർവ്ഡ് ആയിട്ടുള്ള ആളാണ്. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഫിലിം ഫീൽഡിലേക്ക് വന്ന ടൈമിൽ ഉറപ്പായിട്ടും എല്ലാവരും നെഗറ്റീവായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ, ഉണ്ടോ? അങ്ങനെ എനിക്ക് സിനിമ ചെയ്യണം, ആഗ്രഹ സിനിമയിലോട്ട് ഞാൻ പോവുക എന്ന് പറയുമ്പോൾ അവർ അത് വേണ്ട അല്ലെങ്കിൽ അത് ശരിയല്ല എന്നൊക്കെ പലയിടത്തും നമുക്ക് അങ്ങനെയല്ല വരിക. അങ്ങനെ വന്നിട്ടുണ്ടോ? ഞാൻ ഈ പിന്നെ ജോലിയൊക്കെ ഉണ്ടായിരുന്ന സമയത്താണ് പിന്നെയാണ് സിനിമ ഫീൽഡിലേക്ക് ഇറങ്ങിയത്. അപ്പൊ ജോലി ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതന്നെയാണ് ആഗ്രഹം. പക്ഷെ അതാരും അറിയില്ലല്ലോ. നമ്മൾ ജോലിയൊക്കെ വിട്ടു നിൽക്കുമ്പോൾ വേറെ ജോലിയൊന്നും ഇല്ല, സിനിമയിലേക്ക് വേണ്ടി തെണ്ടി നടപ്പാണ് എന്നുള്ള രീതിയിൽ സംസാരിക്കും. അപ്പോൾ പിന്നെ ആൾക്കാരൊക്കെ എന്താ മോനെ നിന്റെ അച്ഛനൊക്കെ പിന്നെ ജോലിയൊന്നും ഇല്ല, വയസ്സായി, നീ നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് നാട്ടുകാരുടെ സ്ഥിരം ഉപദേശങ്ങളും പരിപാടികളൊക്കെ എപ്പോഴും ഉണ്ടാവും. അപ്പൊ ഞാൻ മുടി അങ്ങ് നീട്ടി വളർത്തി. ഞാൻ മുടി അങ്ങ് നീട്ടി വളർത്തി. അപ്പൊ ഈ പിന്നെ ആൾക്കാർക്ക് എന്തോ പ്രശ്നമുണ്ടല്ലോ എന്നുള്ള രീതിയിൽ ഒന്നും അടുക്കാതെ അങ്ങനെയാണ് അതിനെ തരണം ചെയ്തത്. ഈ മുടി മുടിയുടെ എനിക്ക് അതുകൊണ്ട് പറ്റില്ല. മുടി നീട്ടി വളർത്തിയത് എന്തുകൊണ്ടാ? അത് പണ്ട് മുതലേ അങ്ങനെയാണ്. മുടി നീട്ടിയാലും കുറച്ച് ആൾക്കാരില്ലേ നമ്മളോട് ഒന്ന് അടുക്കാനൊന്നും പേടിക്കും ആൾക്കാർ. പോയിക്കോട്ടെ അങ്ങനെയുള്ളൊരു ആറ്റിറ്റ്യൂഡിലായിരിക്കും. അപ്പൊ ഞാൻ മുടി നല്ലോണം നീട്ടി വളർത്തിയിട്ടുണ്ട്. അപ്പൊ നാട്ടുകാരൊക്കെ എന്നെ മറ്റേ നല്ലൊരു പയ്യൻ, വലിയ കുഴപ്പക്കാരനൊന്നും അല്ലാത്തൊരു പയ്യൻ എന്നുള്ളൊരു അവറേജ്, മിസ്റ്റർ പെർഫെക്റ്റ് ഒന്നുമില്ല, ചെറിയ അവറേജിൽ താഴൂല അങ്ങനത്തെ ഒരു പയ്യൻ. അങ്ങനെയൊക്കെ കണ്ടിരുന്നതാണ് തന്നെ. അപ്പൊ ഞാൻ ഈ മുടിയൊന്നും വളർത്തുന്ന അവര് സ്വപ്നത്തിൽ വിചാരിച്ചിട്ടുണ്ടാവില്ല. ഞാൻ ഇങ്ങനെ നീണ്ട മുടിയൊക്കെ ആയിട്ട് മറ്റേ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ മിണ്ടാനും തോന്നാത്ത പോലത്തെ ആയിട്ടാണ് കുറച്ചു കാലം നാട്ടിൽ നടന്നത്. അപ്പൊ അവർക്ക് കുറച്ച് ആൾക്കാർക്ക് ഇനി ഇവൻ എന്തോ പിന്നെ ഇനി എന്തെങ്കിലും ചെയ്യോ, ഈ സാധനം തിന്നോ, അങ്ങനെ തോന്നിയിട്ട് മിണ്ടാതായി. അങ്ങനെയാണ് അതിനെ തരണം ചെയ്തത്. ശരി, നല്ല തരണം ചെയ്യലായിരുന്നു. ഇതേ അവസരം പലരും ഉപയോഗിച്ചിട്ടുണ്ട്, പണ്ട് മുതലേ ഉണ്ട്. മറ്റേ പണ്ട് മുകുന്ദന്റെ ഇതിൽ കൂട്ടം തെറ്റി മെയ്യുന്ന പറഞ്ഞൊരു നോവലുണ്ട്. അതിലും നായകൻ ഇതേ പ്രശ്നം, മുടി വളർത്തിയതുകൊണ്ട് ആൾക്കാർ മറ്റേ അവനോട് സംസാരിക്കുന്നില്ല. ഞാൻ മിണ്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞല്ലേ.